ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബാക്കി വരുന്ന ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ GDI. The UNDP in its Human Development Report 1995 has introduced GDI as a measure of economic development. ഇപ്പോൾ UNDP അവരുടെ 1995 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെഷറായിട്ട് ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. It measures economic development as the HDI does, but take into account the inequality between men and women. അപ്പോൾ ഇവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി HDI ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഏത് കൂടി പരിഗണിക്കും? സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അസമത്വത്തിനെ കൂടി പരിഗണിക്കുന്നുണ്ട്. Like HDI, the GDI also considers life expectancy, adult literacy and per capita income. HDIയുടെ 3 കമ്പോണൻസ് ആയിട്ടുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി, അഡൽട്ട് ലിറ്ററസി, പെർ ക്യാപിറ്റ ഇൻകം അത് ഏതിലും കണക്കാക്കുന്നുണ്ട്? GDIയിലും കണക്കാക്കുന്നുണ്ട്. ആൻഡ് ദെൻ അഡ്ജസ്റ്റ് HDI ഫോർ ജെൻഡർ ഇൻഈക്വാളിറ്റി. അതിനുശേഷം ജെൻഡർ ഇൻഈക്വാളിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാണ്? ഈ ഒരു മെഷർമെൻറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ക്രമീകരണം വരുത്താണ് ചെയ്യുന്നത്. Greater the gender disparity in basic human development, lower is the country's GDI compared with its HDI. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ജെൻഡർ ഡിസ്പാരിറ്റി വളരെ കൂടുതലാണെങ്കിൽ HDIയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് കുറവായിരിക്കും? GDI കുറവായിരിക്കും. If there is no gender inequality in a country, its GDI coincides with its HDI. ഇനി രാജ്യത്തിൽ ജെൻഡർ ഇൻഇക്വാളിറ്റി ഇല്ല എന്ന് വിചാരിക്കുക, സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടുത്തെ GDI ഏതിന് ഈക്വൽ ആയിരിക്കും? HDIക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെയാണ് എന്ത് പറയുന്നത്? ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഡെക്സ് ആണ് ജെൻഡർ എംപവർമെൻറ്റ് മെഷർ ഓർ GEM. The GEM was also introduced by the UNDP in its Human Development Report 1995. അപ്പോൾ 1995 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ UNDP തന്നെയാണ് ഈ ഒരു മെഷറും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. It examines whether women are able to actively participate in the economic and political life. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് പരിശോധിക്കുന്നത്? ഇവിടെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് പറയുന്നത്. ഏത് മേഖലയിലാണ്? സാമ്പത്തികവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ ആ ഒരു ജീവിതത്തിൽ സ്ത്രീകൾക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഈ ഒരു ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ പാർട്ടിസിപ്പേഷൻ, മെഷറിംഗ് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻ key areas of economic and political participation and decision making. ഇപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജെൻഡർ ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. അത് ഏത് മേഖലയിലൊക്കെയാണ്? ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിൽ, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, സാമ്പത്തിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലയിലുള്ള ജെൻഡർ ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യുന്നുണ്ട്. ദ GDI ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻ ബേസിക് ക്യാപ്പബിലിറ്റീസ്. അപ്പോൾ ഇവിടെ GDIയും അതുപോലെ GEMഉം തമ്മിലുള്ള ഡിഫറൻസ് കൂടി പറയുന്നുണ്ട്. GDI എന്ന് പറയുന്നത് അടിസ്ഥാന കാര്യങ്ങളിലുള്ള ജെൻഡർ ഇൻഇക്വാളിറ്റി, അവിടെ വരുന്ന സ്ത്രീ പുരുഷ വിവേചനത്തിനെ കുറിച്ച് മാത്രമാണ് പരിഗണിക്കുന്നത്. വേറസ് ദ GEM ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു ഇൻഡെക്സ് പരിശോധിക്കുന്ന ജെൻഡർ ഇൻഇക്വാളിറ്റി തന്നെയാണ്. പക്ഷേ അത് ഏത് മേഖലയിലാണ്? സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും വരുന്ന ജെൻഡർ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇതാണ് GEMഉം GDIയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അടുത്ത ഇൻഡെക്സ് ആണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഓർ HPI. The UNDP in its Human Development Report 1997 has introduced HPI as a measure of economic development. 1997 UNDPയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വികസനം അളക്കാനുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. It tries to arrive at an aggregated judgment on the extent of poverty in an economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ദാരിദ്ര്യത്തിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ വ്യാപ്തി എന്നൊക്കെ പറയാം. അപ്പോൾ ആ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് സമഗ്രമായിട്ട് വിലയിരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്.
It measures the deprivation in basic human development as in the case of HDI. HDIയിൽ പറയുന്ന പോലെ തന്നെ ബേസിക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലുള്ള ഇല്ലായ്മകളെ കുറിച്ചാണ് ഈ ഒരു ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ദ വേരിയബിൾസ് യൂസ്ഡ് ബൈ HPI ആർ. ഇനി ഏതൊക്കെ വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സ് പോവർട്ടിയുടെ എക്സ്റ്റെൻറ്റ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. 4 വേരിയബിൾസ് ആണ് വരുന്നത്. ഒന്നാമത്തെ വേരിയബിൾ എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ എക്സ്പെക്റ്റഡ് ടു ഡൈ ബിഫോർ ദി ഏജ് ഓഫ് 40. 40 വയസ്സിന് മുൻപ് മരിച്ചു പോകുന്ന ആളുകളുടെ ശതമാനം, അല്ലെങ്കിൽ മരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ശതമാനം. അതാണ് ഒന്നാമത്തെ വേരിയബിൾ. രണ്ടാമത്തത് ദ പെർസെൻറ്റേജ് ഓഫ് അഡൾട്ട് ഹു ആർ ഇല്ലിട്രേറ്റ്. ഇല്ലിട്രേറ്റ് പറഞ്ഞാൽ എന്താണ്? നിരക്ഷരത, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് ഇല്ലിട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അതിൽ അഡൾട്ട് ആയവരിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയവരിൽ എത്ര ശതമാനം പേർക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത്? മൂന്നാമത്തെ വേരിയബിൾ ദ ഓവറോൾ എക്കണോമിക് പ്രൊവിഷനിങ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ വിത്തൗട്ട് ആക്സസ് ടു ഹെൽത്ത് സർവീസസ് ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പോൾ ഒരു ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരോഗ്യ സേവനങ്ങൾ, അതുപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ള ലഭ്യത, ഇതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ പെർസെൻറ്റേജ്. അതാണ് മൂന്നാമത്തെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. നാലാമത്തെ വേരിയബിൾ എന്താണ്? ദ പെർസെൻറ്റേജ് ഓഫ് അണ്ടർ വെയ്റ്റ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 5 ഇയേഴ്സ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അണ്ടർ വെയ്റ്റ് ഉള്ള എത്ര കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് എത്രയാണ്? അണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടികൾക്ക് ഇത്ര വെയ്റ്റ് വേണമെന്നുണ്ട്. അപ്പോൾ ആ വെയ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ അണ്ടർ വെയ്റ്റ് എന്ന് പറയുക. അപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ശതമാനം എത്രയാണ്? ഈ 4 വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കുന്നത്. അടുത്ത ഇൻഡെക്സിൻ്റെ പേരാണ് മെഷർ ഓഫ് എക്കണോമിക് വെൽഫെയർ ഓർ നെറ്റ് എക്കണോമിക് വെൽഫെയർ. അതിന് ഷോർട്ടായിട്ട് MEW എന്നും അതുപോലെ NEW എന്നും പറയാം. The measure of economic welfare MEW was developed by William Northas and James Tobin. മെഷർ ഓഫ് എക്കണോമിക് വെൽഫെയർ ഡെവലപ്പ് ചെയ്ത ആരൊക്കെയാണ്? 2 എക്കോണമിസ്റ്റുകൾ ചേർന്നാണ് ഈ ഒരു ഇൻഡെക്സ് വികസിപ്പിച്ചത്. ഒന്നാമത്തെ ആളുടെ പേര് വില്യം നോർഥാസ്, രണ്ടാമത്തെ ആളുടെ പേര് ജെയിംസ് ടോബിൻ. Later it has been adopted by Samuelson and reshaped in the form of net economic welfare. പിന്നീട് അത് സാമുവൽസൺ എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ് ഒരു കൺസെപ്റ്റിനെ സ്വീകരിക്കുകയും അതിലൊരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ നെറ്റ് എക്കണോമിക് വെൽഫെയർ എന്ന രീതിയിൽ പുതിയതായിട്ട് രൂപീകരിക്കുകയും ചെയ്തു. The new can be calculated by adjusting GNP by subtracting from the later the hidden cost of production and other disseminatives of modern urbanization and adding to the values of such items as leisure and housewife services, etc. അപ്പോൾ ഈ ന്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? GNPയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ വരുത്തുകയാണ് ചെയ്തത്. അതായത് GNPയിൽ നിന്ന് ചില ഫാക്ടേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്യുക, മീൻസ് മൈനസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഹിഡൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാത്ത ചില ചിലവുകളുണ്ട്, അല്ലെങ്കിൽ അത് ഹിഡൻ കോസ്റ്റ് മീൻസ് പൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അസുഖങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെയാണ് ഹിഡൻ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഹിഡൻ കോസ്റ്റുകൾ എന്ത് ചെയ്യണം? GNPയിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. ആൻഡ് അതർ ഡിസെമിനിറ്റീസ് ഓഫ് മോഡേൺ അർബനൈസേഷൻ. ആധുനിക നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് കുറേ ഡിസഡ്വാൻറ്റേജസ്, ഡിസെമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജസിനെയും GNPയിൽ നിന്ന് മൈനസ് ചെയ്യണം. ആൻഡ് ആഡിങ് ടു ദ വാല്യൂസ് ഓഫ് സച്ച് ഐറ്റം ആസ് ലിഷർ ആൻഡ് ഹൗസ് വൈഫ് സർവീസസ് എക്സെട്ര. ഇനി GNPയിലേക്ക് ആഡ് ചെയ്യേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലിഷർ മീൻസ് വിശ്രമ സമയം, അതിൻ്റെ വാല്യൂ കണക്കാക്കണം. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ സേവനത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതെന്ത് ചെയ്യണം? അത് GNPയിൽ ആഡ് ചെയ്യണം. ഇപ്പം അടുത്ത് വന്നൊരു സുപ്രീം കോടതി വിധി പ്രകാരം അവർ കൊടുക്കണം എന്നല്ല, ഏകദേശം ഒരു മൂല്യം പറഞ്ഞിരിക്കുന്നത് പെർ മന്ത് 30,000 ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ GNPയിൽ ആഡ് ചെയ്യണം. ഇത്തരത്തിൽ ക്രമീകരണം വരുത്തിയാണ് ഏത് കണക്കാക്കുന്നത്? നെറ്റ് എക്കണോമിക് വെൽഫെയർ കണക്കാക്കുന്നത്. Samuelson believes that new will measure the real changes in the standard of living. ജീവിത നിലവാരത്തിലുണ്ടായിട്ടുള്ള യഥാർത്ഥ മാറ്റങ്ങളെയാണ് ഏത് മെഷർ ചെയ്യുന്നത്? ന്യൂ എന്ന ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് ആര് വിശ്വസിച്ചിട്ടുള്ളത്? സാമുവൽസൺ എന്ന് പറയുന്ന എക്കോണമിസ്റ്റ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് 9ാമത്തെ മെഷർ. അടുത്ത ഇൻഡെക്സ് ആണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓർ EDI. The EDI was developed by the National Council of Applied Economic Research, New Delhi, as an alternative measure of HDI.
HDI എന്ന മെഷറിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇൻഡെക്സ് ആണ് EDI. ഇത് ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ന്യൂഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത്. Evidence indicate that for a large number of countries, the ranking on an HDI scale is lower than on per capita GDP. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരുപാട് രാജ്യങ്ങൾ ഈ HDI റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? പെർ ക്യാപിറ്റ GDP-യേക്കാൾ താഴെയാണ് HDI സ്കെയിലിൽ വരുന്നത്. This suggests that these countries have failed to translate economic prosperity into correspondingly better living standards. ഇപ്പം ഇങ്ങനെ വരാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഇങ്ങനെ ആ ഒരു GDP-നേക്കാൾ താഴെ HDI വന്നിട്ടുള്ള രാജ്യങ്ങളുടെ പ്രശ്നം എന്താണ്? എക്കണോമിക് പ്രോസ്പെരിറ്റീനെ, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അഭിവൃദ്ധിനെ അവർക്ക് എന്താക്കി മാറ്റാൻ പറ്റുന്നില്ല? ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് EDI ഈസ് ബേസ്ഡ് ഓൺ 3 കമ്പോണൻസ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ ഘടകം ദ ഹെൽത്ത് അറ്റൈൻമെൻറ്റ് ഇൻഡെക്സ്, which is a function of the infant mortality rate, the child mortality rate, the total fertility rate and the crude birth rate. ഈ ഒരു ഇൻഡെക്സിനകത്ത് 4 ഘടകങ്ങളെയാണ് വീണ്ടും പരിഗണിക്കുന്നത്. ഒന്നാമത്തത് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്കാണ്, 1 വയസ്സിൽ താഴെ മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം. രണ്ടാമത്തത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഇവിടെ നമുക്കതിന് ശിശുമരണ നിരക്ക് തന്നെ പറയാം, പക്ഷേ എന്താണ് വ്യത്യാസം? 5 വയസ്സിന് താഴെ മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. Then the total fertility rate, മൊത്തം പ്രത്യുൽപാദന നിരക്ക്, ആൻഡ് ദി ക്രൂഡ് ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്ക്. ഈ 4 ഫാക്ടേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? ഹെൽത്ത് അറ്റൈൻമെന്റ് ഇൻഡെക്സിനെ കണക്കാക്കുന്നത്. രണ്ടാമത്തത് ദ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ഇൻഡെക്സ്, which is an equal weighted index of gross enrollment in middle or upper primary schools and total university enrollment in graduate courses. അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂളിൽ എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് കോഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം, അതിൻ്റെ ഒരു വെയ്റ്റഡ് ഇൻഡെക്സിന് ഈക്വൽ ആയിരിക്കും എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ആണ് പെർ ക്യാപിറ്റ GDP. അപ്പോൾ ഈ 3 കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. അടുത്ത ഇൻഡെക്സിന്റെ പേര് ഗ്ലോബൽ പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ഓർ GPI. In mid-2007, the Legatum Institute for Global Development released GPI. 2007 മധ്യത്തോടു കൂടി ലെഗാറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നത്. The index has taken into consideration both the material wealth indicators as well as life satisfaction measures. അപ്പോൾ ഈ ഇൻഡെക്സിൽ 2 കാര്യങ്ങൾക്കാണ് പരിഗണന കൊടുക്കുന്നത്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ഏതാണ്? മെറ്റീരിയൽ വെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. രണ്ടാമത്തത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സ്. ഈ 2 ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് മെറ്റീരിയൽ വെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. മെറ്റീരിയൽ വെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് ഗ്രോത്ത് ഇൻ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ലോ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ എയ്ഡ്, എഡ്യൂക്കേഷൻ, ഗുഡ് ഗവേണൻസ്, ലോ കോസ്റ്റ് ഓഫ് ബ്യൂറോക്രസി ആൻഡ് എക്കണോമിക് ഓപ്പൺനെസ്. ഒന്നാമത്തത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ വളർച്ച അല്ലെങ്കിൽ മൂലധന നിക്ഷേപത്തിന്റെ വളർച്ച, വിദേശ സഹായങ്ങളുടെ ആശ്രയത്വം കുറയ്ക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, നല്ല ഭരണമായിരിക്കണം, ഭരണ സംവിധാനങ്ങൾ ചെലവ് കുറഞ്ഞതായിരിക്കണം, അതുപോലെ തന്നെ ഒരു എക്കണോമിക് ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം, എക്സ്പോർട്ട് വേണം, ഇമ്പോർട്ട് വേണം, അതിനൊക്കെയാണ് എക്കണോമിക് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം, മെറ്റീരിയൽ വെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ ഉൾപ്പെടുത്താം. Life satisfaction drivers include freedom of choice, good health, equality of opportunity, religious faith, high level of income, low unemployment rate and low divorce rates. ഇനി ലൈഫ് സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സിൽ വരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ എന്താണ്? ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യം, അവസര സമത്വം, അതുപോലെ മതപരമായ വിശ്വാസങ്ങൾ, ഉയർന്ന വരുമാനം, അതുപോലെ തന്നെ കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക്, അതുപോലെ ഡിവോഴ്സ് റേറ്റുകളും കുറവായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മെഷേഴ്സിനൊക്കെയാണ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. വൈൽ നോർവേ, സ്വീഡൻ ആൻഡ് US ഷെയർ ദ ഫസ്റ്റ് സ്ലോട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വരുന്ന ഏത് രാജ്യങ്ങളാണ്? നോർവേ വരുന്നുണ്ട്, സ്വീഡൻ വരുന്നുണ്ട്, 3-ാം സ്ഥാനത്ത് US വരുന്നുണ്ട്. ഇന്ത്യ അപ്പിയേഴ്സ് ലോലി അറ്റ് 45th
place in a group of 50 countries that were surveyed. അപ്പോൾ ഒരു ഇൻഡെക്സ് കണക്കാക്കുന്ന സർവേയിൽ 50 രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. അതിൽ 45ാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ വരുന്നത്. അതായത് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്. 50 രാജ്യങ്ങളിൽ 45ാമത്തെ സ്ഥാനമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി വരുന്ന ഇൻഡെക്സുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.